എന്റെ അടുത്ത് നിൽക്കുന്ന കുത്തുന്നുണ്ടല്ലോ. എന്നാ ഞങ്ങളെ കുറിച്ച് പൊക്കി പറയ്. നിങ്ങളുടെ കൂടെ കൂടിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞങ്ങൾ കണ്ണിൽ ഉണ്ണിയാണ്, അത് പറ. കണ്ണിൽ ഉണ്ണിയാണ്, കണ്ണിൽ ഉണ്ടപ്പൊതിയാണ്. പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ഇത് പോയില്ല. ഇതാണ് ഫാദർ ഓഫ് അർമേനിയ സ്റ്റാച്യു. നമുക്ക് ഇതിന്റെ അടുത്തോട്ട് ഇത് അനങ്ങുന്നുണ്ട് ഗൈസ്, ഇത് അനങ്ങുന്നുണ്ട്. നമ്മുടെ പാരന്റ്സിനെക്കാട്ടിലും പ്രായമുള്ള വൈനാണിത്. 80 വർഷം പഴക്കമുള്ളത്. അർമേനിയയുടെ മർമ്മഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാരണം എന്താണെന്നറിയോ? ഇത് വിമൻ എംപവർമെന്റിന്റെയും കൂടെ ഒരു സ്റ്റാച്യു ആണ്. വൈൻ ഫാക്ടറി മുഴുവൻ കർത്താവിന്റെ ഫോട്ടോ. കർത്താവ് ഇങ്ങനെ വൈൻ ഇവിടെയുള്ള വെള്ളം മുഴുവൻ വീഞ്ഞാക്കിയതിന്റെ ഫോട്ടോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫ്രം അർമേനിയ. ഇന്ന് നമ്മുടെ ഡേ 2 ഇൻ അർമേനിയ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ സഹചാരി. ഞങ്ങൾ ഇന്ന് അർമേനിയയിൽ ഒരു ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോവാണ്. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചേക്കുന്ന കണ്ടു. ബോർഡ് വെച്ചേക്കുന്ന കണ്ടപാടെ വീണു. ഭക്ഷണം കഴിച്ചിട്ട് വരാം. നമ്മൾ ഓർഡർ ചെയ്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം കേട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ ടർക്കി ക്രോസും കഴിക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ അർമേനിയയിലെ ജിനോസൈഡ് മ്യൂസിയം കാണാൻ പോവാണ്. നടന്നല്ല പോണത്, ടാക്സി എടുത്ത്. ടാക്സി ഇവിടെ യാൻഡെക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ടാക്സി വിളിക്കാൻ പോകുന്നു. ടാക്സി വിളിച്ച് നമ്മൾ നേരെ പോകുന്നു ജിനോസൈഡ് മ്യൂസിയം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ യാൻഡെക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാട്ടോ നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്നത്. ഭയങ്കര ചീപ്പാണ്. ലൈക്ക് 7 ദിർഹത്തിന് ഇപ്പോൾ നമുക്ക് അവിടെ എത്തും. നമ്മള് അർമേനിയൻ ജീനോസൈഡ് മ്യൂസിയത്തിലെത്തി. ജീനോസൈഡ് മ്യൂസിയത്തിന്റെ വേറൊരു പ്രത്യേകത അറിയാവോ? എന്റെ അടുത്ത് നിൽക്കുന്ന കുത്തുന്നുണ്ടല്ലോ. എന്റെ അടുത്ത് നിൽക്കുന്ന ഈ മരം ഉണ്ടല്ലോ, ഈ മരം ആരാ നട്ടേന്നറിയോ? നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹമീദ് അൻസാരി നട്ട മരമാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഓരോ രാജ്യത്തെ ആളുകൾ വന്നിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ കേട്ടോ, എനിക്കൊന്നും വന്ന് മരം നടാൻ പറ്റില്ല, അവർ വന്നിട്ട് ഇങ്ങനെ നട്ടുവെച്ചിരിക്കുന്ന മരമാണ് ഇവിടെ വളർന്നു പന്തലിച്ചിങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവോ, അർമേനിയയിൽ വർഷങ്ങൾക്ക് മുന്നേ 1.5 മില്യൺ മനുഷ്യന്മാരെ കൂട്ടക്കൊല ചെയ്തിരുന്നു. ഇപ്പൊ ഇവിടെ ഓരോ രാജ്യത്തെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ വന്ന് ഇതുപോലെ മരങ്ങൾ നടുന്നത് ആ രാജ്യത്തിന്റെ അർമേനിയോടുള്ള പിന്തുണ അറിയിക്കാനും മുന്നേ ഇവിടെ ഉണ്ടായ ഈ ഒരു ദുരന്തത്തെ അംഗീകരിക്കാനും അതുമാത്രമല്ല ഭാവിയിൽ ഇതുപോലെയുള്ള വംശഹത്യ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന പൂമൊട്ട് പോലെ ഇരിക്കുന്ന ഈ ഒരു സ്തൂപത്തിന്റെ പേരാണ് ടെമ്പിൾ ഓഫ് എറ്റേണിറ്റി. ഇതിന് 12 എതളുകളുണ്ട്. ഇതിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു ഫ്ലെയിം അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 12 എതളുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ദുരന്തത്തിൽ അർമേനിയക്ക് നഷ്ടപ്പെട്ട 12 സ്റ്റേറ്റുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമാണ്. ഇതിനോട് ചേർന്ന് വലിയ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഈ സ്തൂപത്തിന്റെ പേരാണ് റീബോൺ അർമേനിയ. ദുരന്തങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന അർമേനിയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ജിനോസൈഡ് മ്യൂസിയം എനിക്ക് തോന്നുന്നത് ഇത് ഓൾറെഡി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനിയും ഇതുപോലെയുള്ളത് ഉണ്ടാകുന്നത് നമ്മൾ ഓർമ്മിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് ഇത് ആകെ സാഡായി, നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പിടിക്കാം, വേഗം പിടിക്കാം. ജീനോസൈഡ് മ്യൂസിയത്തിൽ നിന്നും നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് വൈൻ ഫാക്ടറി. വൈൻ ഫാക്ടറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് വൈൻ ഫാക്ടറി അല്ല, ഞാൻ വയറ്റിപ്പുഴുള്ള ഒരാള് സ്ഥിരം വിശക്കണോന്ന് വിശക്കുന്നു. അതെ, നമ്മുടെ വണ്ടി വന്നു, ടാക്സി വന്നു. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വൈൻ ടാക്സി. ഇപ്പൊ നമ്മൾ അടുത്ത ടാക്സി വന്നിട്ടുണ്ട്. നോയിര അവിടെ എത്തിയിട്ടോ നമ്മള്. ജീനോസൈഡ് മ്യൂസിയത്തിൽ നമ്മൾ പാഞ്ഞു വന്നത് അർമേനിയയുടെ ഫേമസ് ആയിട്ടുള്ള വൈൻ ഫാക്ടറിയിലേക്കാണ്. വൈൻ ഫാക്ടറിയിലെ ഫാക്ടറി മാത്രമല്ല, ഫാക്ടറി വിസിറ്റ്, ടൂർ, ടേസ്റ്റിംഗ്, ആകെ ജഗപക പേളാക്കും. അവ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദ മോഡിഫിക്കേഷൻ ഓഫ് ദ ഇന്ത്യ ഓഫ് ദ അർമേനിയ കാണിച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, വിശേഷങ്ങൾ കാണിക്കാം. 2 മണിക്ക് ഇവിടെ ടൂർ ഉണ്ട്, നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 മണിക്ക് ഇവിടെ ഉള്ളത് ഒരു ഗൈഡഡ് ടൂറാണ്. 5000 അർമേനിയൻ ഡ്രമ്മിന്റെ ടിക്കറ്റ് ആണ് ഞങ്ങൾ എടുത്തത്. അതില് 80 വർഷം പഴക്കമുള്ള ഒരു വൈൻ ടേസ്റ്റിങ്ങും 2 ബ്രാൻഡി ടേസ്റ്റിംഗും ആണ് ഉള്ളത്. ഒന്ന് 10 വർഷത്തെ പഴക്കമുള്ളത്, ഒന്ന് 5 വർഷത്തെ പഴക്കമുള്ളത്. ഇനി വൈനും ബ്രാൻഡി ഒന്നും ടേസ്റ്റ് ചെയ്യണ്ട, ഇവിടെ കണ്ടാൽ മാത്രം മതിയെങ്കിൽ 3000 ഡ്രമ്മിന്റെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ മതി. ഒരു വലിയ കോട്ടയ്ക്കകത്താണ് നോയ് വൈൻ ഫാക്ടറി ഇരിക്കുന്നത്.
ഈ പേര് വന്നത് പണ്ട് വെള്ളപ്പൊക്കത്തിൽ പെട്ടകം ഉണ്ടാക്കിയ അതേ നോഹയിൽ നിന്ന് തന്നെയാണ്. നോഹയാണ് അർമേനിയയിൽ ആദ്യമായിട്ട് മുന്തിരിച്ചെടി നട്ടുപിടിപ്പിച്ചതെന്നാണ്. അങ്ങനെയാണ് പിന്നീട് അർമേനിയയിൽ ഇതുപോലൊരു വൈൻ കൾച്ചറൊക്കെ നിലവിൽ വന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ കെട്ടിടത്തിന്റെ അകത്തെത്തി. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പഴക്കമുള്ള വൈനുകളും പഴക്കമുള്ള ബ്രാൻഡിയും പിന്നെ വേറെ കുറേ അല്ലറ ചില്ലറ സാധന ജംഗമ വസ്തുക്കളും ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാത്തിനെ കുറിച്ച് നമ്മുടെ ഗൈഡ് നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു. വൈൻ ഫാക്ടറി മുഴുവൻ കർത്താവിന്റെ ഫോട്ടോ, കർത്താവ് ഇങ്ങനെ വൈൻ ഇവിടെയുള്ള വെള്ളം മുഴുവൻ വീഞ്ഞാക്കിയതിന്റെ ഫോട്ടോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ഥലത്തോട്ട് വേഗം പോകും, അവിടെയാണ് വൈൻ കുടിക്കുന്ന സ്ഥലം. ഈ ആളുകളെല്ലാം കുടിച്ച് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പഴകിയ വൈൻ കുടിക്കാം. $2000 മേലെയാണ് അതിന്റെ വില വരുന്നത്. വേഗം രണ്ടാമത്തെ ഈ കെട്ടിടത്തിലാണ് വൈൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുറികളുള്ളത്. 4 നിലയുള്ള സ്റ്റോറേജ് ഏരിയ ആണിത്. വലിയ വലിയ ബാരലുകളിലാണ് ഇവിടെ വൈൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് 80 വർഷം പഴക്കമുള്ള വൈന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാരന്റ്സിനെക്കാട്ടിലും പ്രായമുള്ള വൈനാണിത്. 80 വർഷം പഴക്കമുള്ളത്. നമുക്കൊന്ന് അടിച്ചു നോക്കാം. സ്മെല്ല് ചെയ്യാതെ. ആൽക്കഹോൾ, ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സിപ്പ്. ഈ വാട്ട വൈനൊന്നും അല്ലത്, ഇതാണ് വൈൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, $2500. ഭിത്തി പൂപ്പര് പിടിച്ചിരിക്കുന്നല്ലോ കേട്ടോ. എഗ് വൈറ്റും ക്ലേയും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഭിത്തിയാണിത്. അതുകൊണ്ടാണ് ഇത്ര വർഷമായിട്ട് ഇത് ഇതേപടി നിലനിൽക്കുന്നത്. വൈൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാരല് ഓക്കൂഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഓക്കൂഡ് ഇതിനൊരു സ്പെഷ്യൽ ടെക്സ്ചറും സ്മെല്ലും ഒക്കെ കൊടുക്കും. ഈ ഓക്കൂഡിനും ഉണ്ട് ഒരുപാട് വർഷങ്ങളുടെ പഴക്കം. കോണിയാക്ക് ട്രൈ ചെയ്യാൻ പോവാ, ആളുകളെല്ലാം പോയി. വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. പേടിക്കണ്ട, ആരും മേടിക്കണ്ട, ഇത് പോയില്ല. കണ്ട, ഇത് 30 ml ആണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് താഴെ പോകാത്തത്. കേട്ടാ, സൂപ്പർ അല്ലേ? ഇനി വേറെയുണ്ട് കഥ. ഈ കള്ളുകഥ തീർന്നിട്ടില്ല. ഇത് കള്ളുകഥയാണ്, തള്ളുകഥയല്ല. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഏജ് എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, നമ്മുടെ വൈനൊക്കെ പോലെ. ടിയർ താഴെ എത്തുന്ന സെക്കൻഡ്സ് വെച്ചിട്ടാണ് ഇതിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇത് അടിക്കണമെങ്കിൽ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇത് ലെമണോ അല്ലെങ്കിൽ ഐസോ ഇട്ട് അടിക്കാൻ പാടില്ല, കാരണം ഇതിന്റെ അതിന്റെ ടേസ്റ്റ് നശിപ്പിക്കും. അപ്പൊ ഇത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇതിന്റെ ടച്ചിങ്സ് ആയിട്ട് കൂട്ടേണ്ടത്. ഞാൻ കഴിക്കുന്ന 5 year കേട്ടോ. ഞാൻ കഴിക്കുന്ന 10 year old കൊടിയാണ്. 10 വർഷത്തെ പ്രണയത്തിന് ശേഷം 3 വർഷം കല്യാണം കഴിച്ചിട്ട് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് അല്ലേ? അതെന്താ സാധനം? അങ്ങനെ ഞങ്ങൾ വൈൻ ഫാക്ടറിയിൽ 2 കാലയിൽ വന്ന് 4 കാലയിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ വൈൻ ടേസ്റ്റിംഗ് കഴിഞ്ഞു. ഈ പാത്രം ഞാൻ പൊട്ടിച്ചതല്ല, ഇവിടെ പൊട്ടിയിരുന്ന പാത്രമാണ്. പണ്ട് വീഞ്ഞാക്കിയ വീഞ്ഞും കുടങ്ങളാണിത്. അപ്പൊ ഞങ്ങൾ 3 തങ്കക്കുടങ്ങൾ ഇവിടുന്ന് പോവുകയാണ് മദർ ഓഫ് അർമേനിയ കാണാൻ വേണ്ടി. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തായാലും പറ 2 വാക്ക് സംസാരിച്ചിട്ട്. അർമേനിയയുടെ മർമ്മഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത്. മദർ ഓഫ് അർമേനിയ കാണാൻ. വണ്ടി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാസ്കി വന്നു. ഇവിടുത്തെ ടാക്സികളെല്ലാം ഓടിക്കുന്നത് ഇച്ചിരി പ്രായമായവരാണ്. ഇങ്ങനെ എവിടേക്കോ കൊണ്ട് കുത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ മുന്നിലത്തെ ചില്ലെല്ലാം പൊട്ടിയിരിക്കുന്നു. നമ്മളിപ്പോ പോകുന്നത് അർമേനിയയുടെ ഹിസ്റ്ററിയോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു കാണാനാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാരണം എന്താണെന്നറിയോ? ഇത് വിമൻ എംപവർമെന്റിന്റെയും കൂടെ ഒരു സ്റ്റാച്ചു ആണ്. അർമേനിയയെ കാക്കുന്ന ഒരു ലേഡി പവർ, മദർ ഓഫ് അർമേനിയ സ്റ്റാച്ചു കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഓഫ് അർമേനിയ മ്യൂസിയത്തിന്റെ അകത്തേക്ക് കയറാണ് കേട്ടോ. നല്ല ഹൈറ്റ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. തൊട്ടടുത്ത് അർമേനിയൻ ഫ്ലാഗ് ഒക്കെ ആയിട്ട് കണ്ടോ, കവാടം തന്നെ ഹൈറ്റ് ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. യുദ്ധകാലത്തെ സംഭവങ്ങൾ എന്നാണ് മ്യൂസിയത്തിൽ കാണിക്കുന്നത്.
മദർ ഓഫ് അർമേനിയയിൽ താഴെ ജെറ്റ് വിമാനം, പിന്നെ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് ലോഞ്ചേഴ്സ്, റോക്കറ്റ്, അങ്ങനെയുള്ള പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. നമുക്ക് കയറി അതിന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ മദർ ഓഫ് അർമേനിയ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എറ്റേണൽ ഫ്ലെയിം ഉണ്ട് കേട്ടോ. നമ്മള് അവിടെ നിന്ന് ഇറങ്ങിട്ടോ, മദർ അർമേനിയിൽ നിന്ന് ഇറങ്ങി. ചെറിയൊരു മഴയുണ്ട്, അതിന് മുന്നേ നമുക്ക് കാസ്കേഡ് പിടിക്കണം. കുറച്ച് അവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, വളരെ ഈസിയാണ്. യെരവാൻ സിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കാണ് കാസ്കേഡ് കോംപ്ലക്സ്. ഒരു മാസീവ് സ്റ്റെയർവേ ആണിത്. ഏകദേശം 572 സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. ഒരുപാട് നല്ല ഫൗണ്ടെയിനുകളും സ്തൂപങ്ങളും നല്ല അടിപൊളി പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പും ഒക്കെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണേ നിനക്കിന്ന് പിണക്കം, രാവിന്റെ കുളിരല്ലേ. എന്നാ ഞങ്ങളെ കുറിച്ച് പൊക്കി പറയ്. വളരെ വളരെ നല്ല ആൾക്കാരാണ്, ഒട്ടും തന്നെ ചളി അടിക്കാറ്, വളരെ സീരിയസ് ആയിട്ട് ഒരു ട്രാവലിന് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. എന്തായാലും നിങ്ങളുടെ കൂടെ കൂടിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ തരുന്നു. ഞങ്ങൾ കണ്ണിൽ ഉണ്ണിയാണ്, അത് പറ. നിങ്ങൾ കണ്ണിൽ ഉണ്ണിയാണ്, കണ്ണില് ഉണ്ടമ്പേരി കണ്ണിൽ ഉണ്ണിയാണ്, കണ്ണിൽ ഉണ്ടപ്പൊരിയാണ്. ഓക്കെ, ഞങ്ങളിതൊന്നും പറഞ്ഞു പഠിപ്പിച്ചല്ല കേട്ടോ. ഇതാണ് ഫാദർ ഓഫ് അർമേനിയ സ്റ്റാച്യു. ഇത് നിങ്ങൾക്കൊക്കെ ഒന്നും വരുമ്പോ കാണത്തില്ല. ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിന്റെ അടുത്തോട്ട് ഇത് അനങ്ങുന്നുണ്ട് ഗൈസ്, ഇത് അനങ്ങുന്നുണ്ട്. ദേ പോസ് മാറ്റുന്നുണ്ട്. ഫാദർ ഓഫ് അർമേനിയ സ്റ്റാച്യു. ഇത് കാർത്തിക്കിന്റെ ഒരു ഡാൻസ് വിത്ത് സോങ് ആണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. ഒന്നോടെ ഉണ്ട്. നാണക്കേടായി പോയി കാർത്തിക്കിന്. ഇത് ഇതിന്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഗാർഡൻ ആണ്. ആളുകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു കാസ്കേഡ്? കാസ്കേഡ് അടിപൊളിയാണ്. മഴയും കൂടെ ആയതുകൊണ്ട് പൊളിയേഷൻ, നല്ല തണുപ്പും തണുത്ത വൈബും തണുത്ത കാറ്റും തണുത്ത മഴയും. ഇനി നമ്മൾ കുറച്ച് തണുത്ത ഭക്ഷണം കഴിക്കാവുന്നത്. നമ്മുടെ അർമേനിയയുടെ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യണേ, നമുക്കും ഇമ്പ്രൂവ് ചെയ്യാലോ. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു, നല്ല തണുപ്പ്, നല്ല മഴ. ഞങ്ങൾ വേഗം വീട്ടിൽ പോട്ടെ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും നന്ദി. ബൈ ബൈ ഫ്രം യെരവാൻ.